ഫൈബർ ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ട മൂന്നാമത്തെ അവസാനത്തെ വീഡിയോയാണിത്. ഇതിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ടെസ്റ്റ് എക്യുപ്മെന്റ്സ് ആണ്. നമുക്ക് എക്യുപ്മെന്റ്സ് പരിചയപ്പെടാം. ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് OTDR, ഒപ്റ്റിക്കൽ ടൈം ഡൊമൈൻ റിഫ്ലക്ടോമീറ്റർ എന്നാണ് OTDR എന്ന് പറയുന്നത്. OTDR പ്രധാനമായും രണ്ട് കാര്യങ്ങൾക്കാണ് യൂസ് ചെയ്യുന്നത്: ലോസ് മെഷർ ചെയ്യാൻ വേണ്ടിയും ലെങ്ത് മെഷർ ചെയ്യാൻ വേണ്ടിയും. ഒരു ലിങ്കിന് രണ്ട് എൻഡ് ആണുള്ളത്, എൻഡ് എ എൻഡ് ബി എന്നായിരിക്കും. OTDR നമ്മൾ കണക്ട് ചെയ്യുന്ന ഏതെങ്കിലും ഒരു എൻഡിലായിരിക്കും. നമ്മൾ എന്ന് പറഞ്ഞാൽ എൻഡ് എയിലോ എൻഡ് ബിയിലോ ഏതെങ്കിലും ഒരു എൻഡിൽ OTDR കണക്ട് ചെയ്തായിരിക്കും നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു പ്രധാനമായി രണ്ട് കാര്യങ്ങൾക്കാണെന്ന് പറഞ്ഞു. ആ രണ്ട് കാര്യങ്ങൾ ഒന്നും കൂടി വിശദമായി പറയുകയാണെങ്കിൽ, ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് മെഷർ ദി ലെങ്ത്. മെഷർ ദി ലെങ്ത് എന്ന് പറയാൻ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകും. ഫൈബർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫൈബർ കേബിൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ കിട്ടുന്ന OTDR കാണിച്ചു തരുന്ന ലെങ്ത് എന്ന് പറയുന്നത് ഫൈബറിന്റെ ലെങ്ത് ആയിരിക്കും, കേബിളിന്റെ ലെങ്ത് ആയിരിക്കില്ല. അതാണ് മെഷർ ഫൈബർ ലെങ്ത് എന്ന് പറയുന്നത്. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് മെഷർ ഡിസ്റ്റൻസ് ടു ഫൈബർ ഈവൻസ്. ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈവൻസ് എന്താണ്. ഈവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ലിങ്ക് ചെയ്യുമ്പോൾ ലിങ്കിൽ സ്പ്ലൈസിങ് ഉണ്ടാകാം, കണക്ടറുകൾ ഉണ്ടാകാം, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാകും. അപ്പം ഈ സ്പ്ലൈസിങ്, കണക്ടർ, ഇതിനൊക്കെയാണ് നമ്മൾ ഈവൻസ് എന്ന് പറയുന്നത്. അപ്പോൾ OTDR ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഓരോ ഈവന്റും എത്ര ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നത് എന്നുള്ള കാര്യം OTDR നമ്മളെ കാണിച്ചു തരും. അടുത്ത കാര്യം പറഞ്ഞിരിക്കുന്നത് മെഷർ ലോസ് ആസ് dB ആൻഡ് dB പെർ കിലോമീറ്റർ. dB എന്ന് പറഞ്ഞാൽ ലോസ് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റ് ആണ് dB. നമ്മൾ പറഞ്ഞു ഫൈബറിന്റെ ഡയമെൻഷൻ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന മൈക്രോൺ, അതേപോലെ തന്നെ ലോസ് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് dB എന്ന് പറയുന്നത്. dB പെർ കിലോമീറ്റർ. dB പെർ കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ഫൈബറിൽ വന്നിരിക്കുന്ന ഓരോ കിലോമീറ്ററിലും എത്ര ലോസ് വന്നു എന്നുള്ളതും OTDR നമ്മളെ കാണിച്ചു തരും. അടുത്തത് പറഞ്ഞിരിക്കുന്നത് മെഷർ സ്പ്ലൈസ് ആൻഡ് കണക്ടർ ലോസ്. ഒരു ലിങ്കിൽ നമ്മൾ എത്ര സ്പ്ലൈസ് ഉണ്ടെങ്കിലും എത്ര കണക്ടർ ഉണ്ടെങ്കിലും അതിൽ ഓരോ സ്പ്ലൈസിലും എത്ര ലോസ് വന്നു എന്നും എത്ര കണക്ടർ ഉണ്ടെന്നും ആ കണക്ടറിൽ ഓരോ കണക്ടറിനും എത്ര ലോസ് വന്നു എന്നുള്ള കാര്യം OTDR നമ്മളെ കാണിച്ചു തരുന്നതായിരിക്കും. അടുത്തത് കേബിൾ മോണിറ്ററിംഗ്. കേബിൾ മോണിറ്ററിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് OTDR പ്രത്യേക ഒരു മോഡുണ്ട്, റിയൽ ടൈം മോഡ് എന്നാണ് പറയുന്നത്. അത് OTDR എടുക്കുന്ന സമയത്ത് ഞാനത് വ്യക്തമായിട്ട് കാണിച്ചു തരാം. അപ്പൊ നമ്മൾ കേബിൾ മോണിറ്ററിംഗ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ, എന്തെങ്കിലും ഒരു ഡാമേജ് വന്നു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ നെറ്റ്വർക്കിങ്ങിന് എന്തെങ്കിലും ഒരു ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫൈബർ ബ്രേക്ക് ആയി കഴിഞ്ഞാൽ ആ മൊമെന്റിൽ തന്നെ അത് ഏത് ഡിസ്റ്റൻസിലാണ് ബ്രേക്ക് ആയിരിക്കുന്നത് എന്നുള്ള കാര്യം OTDR നമ്മളെ കാണിച്ചു തരും. അടുത്തത് ഡോക്യുമെന്റേഷൻ എന്ന് പറഞ്ഞാൽ റിപ്പോർട്ട്സ് ആണ്. നമ്മളൊരു ഫൈബർ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഡേറ്റാസ് OTDRൽ തന്നെ നമുക്ക് സേവ് ചെയ്ത് വെക്കാൻ പറ്റും. നമ്മൾ അങ്ങനെ സേവ് ചെയ്ത് വെക്കുന്നത് നമുക്ക് ഫ്യൂച്ചറിലും യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമ്മൾ ഓരോ ഫൈബറും ഓരോ ആക്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് വന്നിട്ടുണ്ടെങ്കിൽ അതിലെന്തായിരുന്നു, നമ്മൾ അത് മുമ്പ് ചെയ്തതിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നു എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഡേറ്റാസ് യൂസ് ചെയ്യാൻ പറ്റും. OTDR ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് റിസൾട്ട്സ് കിട്ടുന്നത് ഗ്രാഫ് ആയിട്ടാണ്. ഈ ഗ്രാഫിന് നമ്മൾ പറയുന്നത് OTDR ട്രേസ് അല്ലെങ്കിൽ OTDR സിഗ്നേച്ചർ എന്നാണ് പറയുന്നത്. നമുക്ക് ട്രേസ് അല്ലെങ്കിൽ സിഗ്നേച്ചറിൽ നിന്നും കാര്യങ്ങൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആൾക്കാർക്കേ പറ്റുകയുള്ളൂ. അപ്പോൾ ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് നമുക്ക് അതിനടുത്തൊരു പോർഷൻ കൂടിയുണ്ട്, ടേബിൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും അതിൽ ഓരോ ലോസുകളും എത്ര ഡിസ്റ്റൻസിലാണെന്നും എത്രയാണ് ലോസ് വന്നിരിക്കുന്നതെന്നും എത്രയാണ് ലെങ്ത് വന്നിരിക്കുന്നതെന്നും ഏതൊക്കെ ഈവന്റുകളാണെന്നും എല്ലാം ട്രേസിൽ മനസ്സിലാകും. അത് OTDR എടുക്കുന്ന സമയത്ത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കാണിച്ചു തരാം. OTDR പല കമ്പനിയുടെ ഉണ്ട്. AFL, JDSU, എക്സ്പോ തുടങ്ങിയ പല കമ്പനികളുടെ OTDRകളുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ട്രെയിനിങ് തരാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന OTDR ആണ് ഈ സ്ക്രീനിൽ കാണുന്നത്. AFL ആണത്. ഇതിന്റെ മോഡൽ എന്ന് പറയുന്നത് നോയിസ് M210 ആണ്. ഇതൊരു മിനി OTDR ആണ്. ഇതിന്റെ ഫീച്ചേഴ്സ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അത് ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. മോസ്റ്റ്ലി ഫോർ സിംഗിൾ മോഡ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ OTDR സിംഗിൾ മോഡ് ആപ്ലിക്കേഷൻ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. മൾട്ടി മോഡിന് OTDR യൂസ് ചെയ്യാൻ പറ്റില്ല. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് സ്മോൾ, അതിന്റെ സൈസ് ആണ് പറഞ്ഞത്. ചെറിയ സൈസാണ്, നമുക്ക് യൂസ് ചെയ്യാൻ വളരെ ഈസിയാണ്. അടുത്ത് ലൈറ്റ് വെയിറ്റും കുറവായിരിക്കും. നമുക്ക് ഒരു കൈ തന്നെ പിടിച്ച് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ ചെയ്യുന്ന ലൊക്കേഷൻ ഒരുപക്ഷെ നല്ല ഹൈറ്റിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഹോൾഡ് ചെയ്യാൻ എക്യുപ്മെന്റ്സിന് ആവശ്യമൊന്നുമില്ല, നമുക്ക് അതിൽ തന്നെ പിടിച്ച് ചെയ്യാൻ പറ്റും. അതാണ് ലൈറ്റ് വെയിറ്റ്. അടുത്ത് പറയുന്നത് യൂസർ ഫ്രണ്ട്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബാറ്ററി ഓപ്പറേറ്റഡ് ആണ്, പോർട്ടബിൾ ആണ്. ബാറ്ററി ഓപ്പറേറ്റഡ് എന്ന് പറയുന്നത് നമുക്കത് ബാറ്ററിയിലും വർക്ക് ചെയ്യും. പോർട്ടബിൾ എന്ന് മീൻ ചെയ്ത് നമുക്ക് എടുത്ത് കൊണ്ടു നടക്കാൻ പറ്റും. കാരണം അത് സ്മോൾ ആണ്, ലൈറ്റ് വെയിറ്റ് ആണ്.
ഇനി അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് ഒരു ലിങ്ക് OTDR ഉപയോഗിച്ച് എങ്ങനെ ടെസ്റ്റ് ചെയ്യും എന്നുള്ള കാര്യമായിരിക്കും. അത് ഞാൻ കാണിച്ചു തരികയും ചെയ്യാം. ഇനി ഒരു നെറ്റ്വർക്ക് എങ്ങനെ OTDR ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്യുന്നതെന്ന് കാണാം. ഇതാണ് ഇപ്പോൾ കണ്ട AFL M210 OTDR. ഇതിന്റെ മുകൾ വശത്താണ് നെറ്റ്വർക്ക് കണക്ട് ചെയ്യുന്നത്. ഇവിടെ ഒരു പാസ്കോഡ് ഉപയോഗിച്ചാണ് OTDRനെ നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്യുന്നത്. പാസ്കോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടതുപോലെ ഒരു കേബിളിന്റെ രണ്ട് സൈഡിലും കണക്ടറുള്ള പ്രോഡക്റ്റ് ആണ് പാസ്കോഡ്. പാസ്കോഡിന്റെ ഒരെൻഡ് OTDRന്റെ കണക്റ്റിംഗ് പോർട്ടിലും അടുത്ത എൻഡ് നെറ്റ്വർക്കിന്റെ എൻഡിലുമാണ് കണക്ട് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഈ കാണുന്നത് പാച്ച് പാനലാണ്. ഈ പാച്ച് പാനൽ എന്ന് പറയുന്നത് റാക്കിനുള്ളിൽ സെറ്റ് ചെയ്യുന്നതാണ്. റാക്കിനുള്ളിൽ വെക്കുന്നത് പാച്ച് പാനൽ റാക്ക് മൗണ്ട് ബോക്സ് എന്നും പറയാറുണ്ട്. ഇതിപ്പോൾ നമ്മൾ ടെസ്റ്റിംഗ് പർപ്പസിന് വേണ്ടി നമ്മൾ ടേബിളിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇതിൽ കാണാൻ പറ്റും ബ്ലൂ കളറിൽ കുറെ അഡാപ്റ്റർ കാണാൻ പറ്റും. അത് SC അഡാപ്റ്റർ ആണ്. കാരണം നമ്മൾ യൂസ് ചെയ്യുന്നത് SC പാച്ച് കോഡ്സ് ആണ്. ഈ ലാബിൽ 24 കിലോമീറ്റർ ഉള്ള ഒരു നെറ്റ്വർക്ക് ടെസ്റ്റിംഗ് പർപ്പസിന് വേണ്ടി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു എൻഡാണ് നമ്മൾ കണ്ട പാച്ച് പാനലിന്റെ സെക്കൻഡ് പോർട്ടിൽ വരുന്നത്. അവിടെയാണ് നമ്മൾ OTDRൽ നിന്നും വരുന്ന പാസ്കോഡിന്റെ ഒരെൻഡ് കണക്ട് ചെയ്ത് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. OTDR ഓൺ ആക്കാൻ പോവുകയാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് AFL എന്ന് കാണാൻ പറ്റും. ഇത് OTDRന്റെ പേരാണ്. നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. AFL ആണ് നമ്മുടെ OTDRന്റെ പേരെന്ന്. M210 നമുക്ക് കാണാൻ പറ്റും. ഇത് OTDRന്റെ മോഡൽ നമ്പർ ആണ് M210. അതിൽ OTDRന്റെ ഏറ്റവും ബോട്ടത്തിലായിട്ടും കാണാൻ പറ്റുന്നുണ്ട് M210. ഇനി OTDRന്റെ സ്ക്രീനിൽ കാണുന്ന കാര്യങ്ങൾ പറഞ്ഞു തരാം. ഇതിനാദ്യം കാണുന്നത് ഫുൾ ഓട്ടോ മോഡ് എന്നാണ് പറയുന്നത്. ഫുൾ ഓട്ടോ മോഡ് എന്ന് പറഞ്ഞാൽ ഫൈബർ ടെസ്റ്റ് ചെയ്യുന്നത് OTDRലെ ഡിഫോൾട്ട് സെറ്റിംഗ്സിനനുസരിച്ചായിരിക്കും ഫൈബർ ടെസ്റ്റ് ചെയ്യുന്നത്. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് എക്സ്പേർട്ട് ആണ്. എക്സ്പേർട്ട് മോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ മാനുവലി കൊടുക്കുന്ന സെറ്റിംഗ്സിനനുസരിച്ചായിരിക്കും ഫൈബർ ടെസ്റ്റിംഗ്. അടുത്തത് റിയൽ ടൈം മോഡ്. റിയൽ ടൈം മോഡ് എന്ന് പറഞ്ഞാൽ കേബിൾ മോണിറ്ററിങ്ങിന് വേണ്ടി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നായിരുന്നു കേബിൾ മോണിറ്ററിങ്. അപ്പോൾ കേബിൾ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയാണ് റിയൽ ടൈം മോഡ് യൂസ് ചെയ്യുന്നത്. അടുത്ത OPM എന്ന് പറഞ്ഞാൽ ഒപ്റ്റിക്കൽ പവർ മീറ്റർ ടെസ്റ്റിനുള്ളതാണ്. അടുത്ത റിസൾട്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ സേവ് ചെയ്തിരിക്കുന്ന ഡേറ്റാസ് വെച്ചിരിക്കുന്ന ഫോൾഡർ ആണ്. അടുത്ത സെറ്റിംഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ OTDRന്റെ സെറ്റിംഗ്സ് കാര്യമാണ്, സെറ്റപ്പ് കാര്യങ്ങളാണ്. ന്യൂ ജോബ് എന്ന് പറഞ്ഞാൽ നമ്മൾ പുതിയതായി ചെയ്യാൻ പോകുന്ന നെറ്റ്വർക്കിന്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുന്ന സ്ഥലം. നമുക്ക് നെറ്റ്വർക്ക് കണക്ട് ചെയ്യാം. ഇതാണ് പാസ്കോഡിന്റെ ഒരു എൻഡ്. നമ്മൾ പറഞ്ഞ OTDRന്റെ ഒരു പാസ്കോഡ് ഒരു എൻഡ് OTDRലാണ്. അടുത്ത എൻഡാണ് ഇത്. ഇത് നമ്മൾ കണക്ടറിൽ ലോഡ് ചെയ്യാൻ പോവുകയാണ്. കണക്ടറിന് ഡെസ്ക്ടോപ്പ് കൊടുത്തിട്ടുണ്ട്. ഇത് ഡെസ്ക്ടോപ്പ് ഊരി മാറ്റുക. അതിനുശേഷം അഡാപ്റ്ററിന് ഡെസ്ക്ടോപ്പ് ഊരി മാറ്റി കണക്ടറിന് ഡെസ്ക്ടോപ്പ് ഊരി മാറ്റുന്നു. അതിനുശേഷം കണക്ടറിന്റെ എൻ ഫേസ് നമ്മൾ ക്ലീൻ ചെയ്യുന്നു. ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രമേ ലോഡ് ചെയ്യാൻ പാടുള്ളൂ. ഇനി ഇതിന്റെ പേര് സ്റ്റൈലസ് എന്നാണ് പറയുന്നത്. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് OTDRന് വേണ്ടിയാണ്. കാരണം നമ്മുടെ OTDRന്റെ സ്ക്രീൻ ടച്ച് സ്ക്രീൻ ആണ്. ടച്ച് സ്ക്രീനിൽ സ്റ്റൈലസ് ഉപയോഗിച്ചായിരിക്കും നമ്മൾ ടച്ച് ചെയ്യുന്നത്. നമ്മൾ ചെയ്യാൻ പോകുന്ന മോഡ് ഓട്ടോ മോഡാണ്. ഞാൻ ഓട്ടോ മോഡ് സ്റ്റൈലസ് വെച്ച് സെലക്ട് ചെയ്യാണ്. ഇനി നമ്മളിപ്പോൾ സെലക്ട് ചെയ്തു. ഇനി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ബട്ടൺ സെറ്റ് ചെയ്യാൻ പോകുന്നു. OTDR 2 വേവ്ലെങ്തിലും ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. 39 കംപ്ലീറ്റ് ആയി. ഇനി 50-50 ആണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്.
ഇപ്പോൾ 15 കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. നമ്മുടെ ടെസ്റ്റിംഗ് കംപ്ലീറ്റ് ആയിരിക്കുന്നു. നമ്മളിപ്പോൾ കാണുന്നത് നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. അത് ടോപ്പിൽ കാണുന്നത് OTDR ട്രേസ് അല്ലെങ്കിൽ സിഗ്നേച്ചർ എന്ന് പറയും. അതിന്റെ ഉള്ളിൽ ഓരോ ചെറിയ ബ്ലാക്ക് ഡോട്ടുകളായിട്ട് കാണാം. ആ ബ്ലാക്ക് ഡോട്ട് എന്ന് പറയുന്നത് ഓരോ ഈവൻസുകളാണ്. അതിന് താഴെ നമ്മൾ കാണിച്ചിരിക്കുന്നത് ടേബിളാണ്. ആ ഈവൻസിന്റെ ഓരോ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ടേബിളിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് OTDRനകത്ത് നമ്മൾ പറഞ്ഞതുപോലെ ലോസും ലെങ്തും കാണിക്കുമെന്ന് പറഞ്ഞതാണ്. അപ്പൊ ഒന്നാമത്തെ ഈവന്റ് ആണ് ആദ്യം കാണുന്നത്. അതിനകത്ത് കാണിച്ചിട്ടുണ്ട് 2 കിലോമീറ്റർ 2.0482 മീറ്റർ. കാരണം അതിന് നേരെ മേളിൽ ലൊക്കേഷൻ എന്ന് കാണിച്ചിട്ടുണ്ട്. ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റൻസിനെയാണ് നമ്മുടെ OTDR ലൊക്കേഷൻ ആയിട്ട് കാണിക്കുന്നത്. അത് മീറ്ററിലാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് 2048.2 എന്ന് കാണിച്ചിരിക്കുന്നത്. അതിന് കിലോമീറ്റർ പറയണേ 2.0482 കിലോമീറ്റർ ആണ്. അതിന്റെ ലാസ്റ്റ് ഭാഗത്തായിട്ട് DB ലോസ് DB എന്ന് പറയുന്ന ആ പർട്ടിക്കുലർ പോയിന്റിലുള്ള ലോസ് ആണ് അവിടെ കാണിച്ചിരിക്കുന്നത്. പിന്നെ രണ്ടാമത് അവിടെ അതുപോലെ ഒരു ഇൻഡു മാർക്ക് റെഡ് കളറിൽ കാണാം. അതിന്റെ മീനിങ് ആ ഒരു പോയിന്റിൽ ഹൈ ലോസ് ആണെന്നാണ്. അടുത്തത് പറഞ്ഞിരിക്കുന്നത് 4 കിലോമീറ്റർ 4037.1 മീറ്റർ ആണ്. അവിടെ ലോസ് പറഞ്ഞിട്ടുണ്ട്. ദെൻ അവിടെ ഗ്രീൻ ആണ് ടിക്ക് കാണിച്ചിരിക്കുന്നത്. അത് ആ ഒരു പോയിന്റ് പാസ് ആണെന്നാണ് മീനിങ്. അടുത്ത് കാണിച്ചിരിക്കുന്നത് 8 കിലോമീറ്റർ 8 കിലോമീറ്റർ ആണ്. ദെൻ 10 പോയിന്റ്. അത് ഓരോ ഈവന്റിന്റെ ഡിസ്റ്റൻസ് ആണ് കാണിക്കുന്നത്. ലോസ് എന്ന് പറഞ്ഞാൽ ആ പോയിന്റിൽ വന്നിരിക്കുന്ന ലോസ് ആണ്. ദെൻ 12 22 ഏറ്റവും ലാസ്റ്റ് 24. നമ്മൾ പറഞ്ഞിരുന്നു നമ്മുടെ രണ്ടാമത്തെ പോർട്ട് 24 കിലോമീറ്റർ ആണെന്ന് പറഞ്ഞു. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. 24 കിലോമീറ്റർ ആണ്. 24.145 കിലോമീറ്റർ ഉണ്ട് നമ്മുടെ ഈ ലിങ്കിന്റെ ടോട്ടൽ ലെങ്ത്. അതിന്റെ ലോസും ഇതിലുണ്ട്. നമ്മൾ പറഞ്ഞ 24 കിലോമീറ്റർ ഉള്ള ലിങ്ക് ടെസ്റ്റിംഗ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇതിൽ ടോപ്പിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നതാണ് OTDR ട്രേസ് ആണ്. അതിന് നേരെ താഴെ ടേബിൾ. ഈ ടേബിളിൽ ഓരോ ഈവന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസും അവിടെയുള്ള ലോസും നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ടോട്ടൽ ലെങ്ത് എത്രയാണെന്നും ടോട്ടൽ ലോസ് എത്രയാണെന്നുള്ള കാര്യം OTDR നമ്മളെ കാണിച്ചു തരും. ഈ ഡേറ്റാസ് എല്ലാം ഓട്ടോമാറ്റിക്കലി തന്നെ OTDR സേവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഫ്യൂച്ചറിൽ എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞെങ്കിൽ ഈ ഡേറ്റാസ് നമുക്ക് OTDR നിന്നും എടുക്കാൻ പറ്റുന്നതായിരിക്കും. ഇനി നമ്മൾക്ക് അടുത്ത ടെസ്റ്റ് എക്യുപ്മെന്റ് പരിചയപ്പെടാം. അടുത്ത ടെസ്റ്റ് എക്യുപ്മെന്റ് OLTS. OLTS എന്ന് പറഞ്ഞാൽ ഒപ്റ്റിക്കൽ ലോസ് ടെസ്റ്റ് സെറ്റ് എന്നാണ്. 2 എക്യുപ്മെന്റ് ചേർന്നാണ് OLTS. അതായത് ഒപ്റ്റിക്കൽ ലൈറ്റ് സോഴ്സും ഒപ്റ്റിക്കൽ പവർ മീറ്ററും. പവർ മീറ്ററിന്റെ പേരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഒപ്റ്റിക്കൽ പവർ മെഷർ ചെയ്യാനാണ് പവർ മീറ്റർ ഉപയോഗിക്കുന്നത്. പവർ മെഷർ ചെയ്യുന്ന DBM-ലാണ്. DBM എന്നാൽ ഡെസിമൽ മില്ലി വാട്ട് എന്നാണ്. DBM എന്നാൽ ഡെസിബൽ മില്ലി വാട്ട് എന്നാണ്. പവർ മെഷർ ചെയ്യാൻ പവർ മീറ്ററിൽ പവർ മെഷർ ചെയ്യുന്നത് പോലെ തന്നെ ലോസും മെഷർ ചെയ്യാൻ പറ്റും. പറഞ്ഞതുപോലെ ഇതിന്റെ ആപ്ലിക്കേഷൻസ് ആണ് കാണിച്ചിരിക്കുന്നത്. ഒന്നാമത് പറഞ്ഞിരിക്കുന്ന ട്രാൻസ്മിറ്റിംഗ് പവർ നമുക്ക് മെഷർ ചെയ്യാം. രണ്ടാമത് റിസീവിംഗ് പവർ മെഷർ ചെയ്യാം. ഏറ്റവും ലാസ്റ്റ് പറഞ്ഞിരിക്കുന്നത് എൻഡ് ടു എൻഡ് പെർഫോമൻസ് ടെസ്റ്റും ചെയ്യാൻ സാധിക്കും. OLTS വെച്ച് എങ്ങനെയാണ് ഒരു പാസ്കോഡ് ടെസ്റ്റ് ചെയ്യുന്നത് കാണിച്ചു തരാം. ഇത് ലൈറ്റ് സോഴ്സ് ആണ്. ഇത് ഒപ്റ്റിക്കൽ പവർ മീറ്റർ. ഇതിന്റെ ടോപ്പിലാണ് രണ്ടിനും കാണാം. ഇത് രണ്ടിന്റെ കണക്റ്റിംഗ് പോർട്ടുകളാണ്. നമ്മൾ പാസ്കോഡ് കണക്ട് ചെയ്യുന്ന കണക്റ്റിംഗ് പോർട്ടുകളാണിത്. ഇതാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന പാസ്കോഡ്. ഒരു പാസ്കോഡ് ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അഡീഷണൽ ആയിട്ട് 2 പാസ്കോഡ് കണക്ട് ചെയ്യണം. അതിനാണ് നമ്മൾ ഈ കാണിച്ചിരിക്കുന്ന 2 പാസ്കോഡ്. ഇനി എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നതെന്ന് കാണിച്ചു തരാം. ആദ്യം നമ്മൾ അഡീഷണൽ ആയിട്ട് യൂസ് ചെയ്യുന്ന പാസ്കോഡ് ഡിവൈസിലേക്ക് കണക്ട് ചെയ്യാം. കണക്ട് ചെയ്യുന്നതിന് മുമ്പായി നമുക്ക് കണക്ടർ ക്ലീൻ ചെയ്തിരിക്കണം. നമ്മൾ കണക്ട് ചെയ്യുന്നത് ഒന്ന് ലൈറ്റ് സോഴ്സിലും ഒന്ന് പവർ മീറ്ററിലുമാണ്. ഡെസ്ക് ക്യാപ്പ് ഊരിയതിന് ശേഷമായിരിക്കണം അത് കണക്ട് ചെയ്യുന്നത്. ഡെസ്ക് ക്യാപ്പ് ഊരി കണക്ടർ ക്ലീൻ ചെയ്യുക. അതിനൊപ്പം തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസിന്റെ ബാക്കിൽ ഒരു ഡെസ്ക് ക്യാപ്പ് ഉണ്ട്, അതും റിമൂവ് ചെയ്യണം.
ഇതിന് ശേഷം കണക്ടർ നമ്മൾ ലോഡ് ചെയ്യുന്നു. കണക്ടർ ക്ലീൻ ചെയ്തതിന് ശേഷമേ ലോഡ് ചെയ്യാവുന്നുള്ള കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്. ലൈറ്റ് സോഴ്സ് നമ്മൾ ലോഡ് ചെയ്തു. അടുത്തത് പവർ മീറ്ററിലേക്കാണ് ലോഡ് ചെയ്യാൻ പോകുന്നത്. പവർ മീറ്ററും ഡെസ്ക് ക്യാപ്പ് ഉണ്ട്. ഡെസ്ക് ക്യാപ്പ് റിമൂവ് ചെയ്യുന്നു. അതിനുശേഷം കണക്ടറിന്റെ ഡെസ്ക് ക്യാപ്പ് ഉണ്ട്, ഇത് റിമൂവ് ചെയ്യുന്നു. കണക്ടറും ക്ലീൻ ചെയ്യണം. ഇത് OFC കണക്ടറാണ്, നമ്മൾ നേരെ കണക്ട് ചെയ്യുന്നു. ഇപ്പൊ നമ്മൾ ഈ ഡിവൈസിലേക്ക് കണക്ട് ചെയ്തത് ഒരു FC കണക്ടറാണ്. ഇനി നമ്മുടെ ഈ പാസ്കോഡിന്റെ ഓരോ എൻഡ് നമ്മൾ കണക്ട് ചെയ്തു. പാസ്കോഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 2 എൻഡിലും കണക്ടർ ഉണ്ടെന്ന്. അതിന്റെ അടുത്ത എൻഡുകളാണ് നമ്മൾ ഈ കാണുന്നത്. ഇനി കണക്ടർ നമുക്ക് ഒരു അഡാപ്റ്റർ ഉപയോഗിച്ച് കണക്ട് ചെയ്യാം. ഇതാണ് അഡാപ്റ്റർ. അഡാപ്റ്ററിലേക്ക് കണക്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് കണക്ടറിന്റെ എൻ ഫേസ് ഡെസ്ക് ക്യാപ്പ് ഉണ്ട്, അതിന്റെ എൻ ഫേസ് കണക്ടറിന്റെ എൻ ഫേസ് നമ്മൾ ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്തതിന് ശേഷം അഡാപ്റ്ററിന്റെ ഡെസ്ക് ക്യാപ്പ് ഉണ്ട്, അഡാപ്റ്ററിന്റെ ഡെസ്ക് ക്യാപ്പും ഊരുക. അതിനുശേഷം ഇത് കണക്ട് ചെയ്യുന്നു. ഇപ്പോൾ ഒരെൻഡ് കണക്ട് ചെയ്തു. അടുത്ത പാസ്കോഡിന്റെ രണ്ടും കൂടി ഉണ്ട്. ഇതിന് ഡെസ്ക് ക്യാപ്പ് ഉണ്ട്, ഇത് നമ്മൾ റിമൂവ് ചെയ്യുന്നു. ഇതും SC കണക്ടറാണ്. ഇത് SC കണക്ടറും SC അഡാപ്റ്ററുമാണ്. ക്ലീൻ ചെയ്തു, ലോഡ് ചെയ്യുന്നു. ഇപ്പൊ 2 SC കണക്ടർ നമ്മളിവിടെ ജോയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഫുള്ളി പാസ്കോഡിന്റെ ഒരെൻഡ് നമ്മൾ ലൈറ്റ് സോഴ്സിലും ഒരെൻഡ് പവർ മീറ്ററിലും അതിന്റെ അടുത്ത ഓപ്പോസിറ്റ് എൻഡുകൾ രണ്ടും ഒരു അഡാപ്റ്ററിലാണ് നമ്മൾ ലോഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്കിനി ഡിവൈസ് ഓൺ ചെയ്യാം. ഇതാണ് ഓൺ ഓഫ് ബട്ടൺ. നമ്മൾ 2 ഡിവൈസ് ഓൺ ചെയ്തിട്ടുണ്ട്. നമുക്ക് പവർ മീറ്ററിൽ നമുക്ക് കിട്ടുന്നത് ലൈറ്റ് സോഴ്സിൽ നിന്ന് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന പവർ എത്രയാണ് നമുക്ക് പവർ മീറ്ററിൽ കാണാൻ പറ്റും. അതോടൊപ്പം തന്നെ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ 2 ഡിവൈസിലും സെയിം വേവ് ലെങ്ത് ആയിരിക്കണം സെലക്ട് ചെയ്യുന്നത്. സിംഗിൾ മോഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി 2 വേവ് ലെങ്തുകളാണ് യൂസ് ചെയ്യുന്നത്, 1310 1515. അതായത് 1310 നാനോമീറ്ററും 1550 നാനോമീറ്ററും. 2 ഡിവൈസിലും സെയിം വേവ് ലെങ്ത് ആയിരിക്കണം. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഞാനിപ്പോൾ കാണിച്ചു തരാം. ഞാൻ പവർ മീറ്റർ കാണിച്ചു തരാം. പവർ മീറ്റർ നോക്കിക്കോളാം. ഇപ്പൊ ഇവിടെ ഒരു പവർ നമുക്ക് കാണാൻ പറ്റും. പവർ മീറ്ററിൽ ഇപ്പൊ കാണുന്ന ഒരു പവർ ഉണ്ട്, 5.27 ആണ് കാണുന്നത്. -5.27 ആണ്. അത് നമ്മൾ ലൈറ്റ് സോഴ്സിൽ നിന്നും ട്രാൻസ്മിറ്റ് ചെയ്യുന്ന പവർ മീറ്റർ ഡിറ്റക്ട് ചെയ്ത് കാണിക്കുന്നതാണ്. അടുത്തത് റെഫറൻസ് ആണ്. റെഫറൻസ് ഇവിടെ കാണാൻ പറ്റും. ഇത് പവർ മീറ്റർ ആണ്. പവർ മീറ്ററിൽ REF എന്ന് എഴുതിയിട്ടുണ്ട്. റെഫറൻസ് ആണ്. ഇത് നമ്മൾ 2 സെക്കൻഡ് പ്രസ് ചെയ്ത് പിടിക്കുക. ബീപ്പ് സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും. ഇപ്പൊ നമുക്ക് ഈ സ്ക്രീനിൽ കാണാൻ പറ്റും 00 dB എന്നാണ് കാണുന്നത്. 00 dB. ഈ 0 dB എന്ന് മീൻ ചെയ്യുന്നത് നമ്മൾ അഡീഷണൽ ആയിട്ട് 2 പാസ്കോഡ്സ് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന്റെ ഔട്ട്സൈഡിൽ കാണാം. അപ്പൊ ഈ 2 പാസ്കോഡ്സിന്റെ ലോസ് 0 ആയി എന്നാണ് അതിനർത്ഥം. ഒന്നുകൂടി ക്ലിയർ ആയി പോയാൽ അതിന്റെ ഔട്ട്സൈഡിൽ നമ്മൾ എന്ത് കണക്ട് ചെയ്താലും അതിന്റെ എല്ലാം ഇനി 0 ആണ്. ഇനി നമ്മൾ അഡീഷണൽ ആയിട്ട് കണക്ട് ചെയ്ത പാസ്കോഡിന്റെ സെന്ററിൽ ടെസ്റ്റ് ചെയ്യാനുള്ള പാസ്കോഡ് കണക്ട് ചെയ്യാം. നമ്മൾ അഡീഷണൽ ആയിട്ട് കൊടുത്ത കേബിളിന്റെ സെന്ററിലുള്ള അഡാപ്റ്റർ ഞാൻ ഡിസ്കണക്ട് ചെയ്യാൻ പോവുകയാണ്. എൻ്റെ ഈ പോർഷനിലേക്കായിരിക്കും ടെസ്റ്റ് ചെയ്യാനുള്ള കേബിൾ കണക്ട് ചെയ്യുന്നത്. ഇതാണ് ടെസ്റ്റ് ചെയ്യാനുള്ള പാസ്കോഡ്. ഇതിന്റെ ഡെസ്ക് ക്യാപ്പ് ഉണ്ട്, ഡെസ്ക് ക്യാപ്പ് റിമൂവ് ചെയ്യണം. ഡെസ്ക് ക്യാപ്പ് റിമൂവ് ചെയ്ത് ഡസ്റ്റ് ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്കിത് കണക്ട് ചെയ്യാൻ പാടുള്ളൂ. നമ്മളിപ്പോൾ ഒരു പാസ്കോഡാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു പാസ്കോഡ് തന്നെ ആകണമെന്നില്ല. നമുക്ക് എന്ത് വേണമെങ്കിലും ടെസ്റ്റ് ചെയ്യാം. നമുക്കൊരു ഫുൾ നെറ്റ്വർക്ക് വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്യാം. അല്ല നെറ്റ്വർക്കിന്റെ ഏതെങ്കിലും ഒരു ഭാഗം മാത്രമായിട്ട് ടെസ്റ്റ് ചെയ്യാം. ഇനി അല്ല ഒരു പാസ്കോഡ് ആയെങ്കിലും എന്തായാലും നമ്മൾ കണക്ട് ചെയ്യേണ്ടത്
നമ്മൾ അഡീഷണൽ ആയിട്ട് കണക്ട് ചെയ്ത് വെച്ചിരുന്ന ആ രണ്ട് പാസ്കോഡിന്റെ സെൻട്രലായിരിക്കും. ഇപ്പോൾ നമ്മൾ എന്താണോ കണക്ട് ചെയ്തിരിക്കുന്നത് അതിന്റെ ലോസ് നമുക്ക് പവർ മീറ്ററിന്റെ ഡിസ്പ്ലേയിൽ കാണാൻ പറ്റും. .53 ആണ് നമ്മളിപ്പോൾ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ പാസ്കോഡിന്റെ ലോസ്. നമ്മൾ ആദ്യം അത് 0 ആക്കിയിട്ടുണ്ടായിരുന്നു, അത് നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ഇപ്പം നമ്മൾ ടെസ്റ്റ് ചെയ്ത കേബിളിന്റെ മാത്രം ലോസ് ആണ് നമുക്ക് കാണുന്നത് 0.53. ഇപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്തത് ഒരു പാസ്കോഡാണ്. ആ പാസ്കോഡിന്റെ ലോസ് ആണ് നമ്മളിപ്പോൾ സ്ക്രീനിൽ കണ്ടത്. 0.54 dB ലോസ് ആണ്. 0.54 dB ലോസ്. ഇങ്ങനെയാണ് ഒരു OLTS ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്യുന്നത്. അടുത്തതായി കാണാൻ പോകുന്ന ടെസ്റ്റ് എക്യുപ്മെന്റ് VFL. VFL എന്ന് പറഞ്ഞാൽ വിഷ്വൽ ഫോൾട്ട് ലൊക്കേറ്റർ. ഇത് ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്താൽ നെറ്റ്വർക്കിൽ എന്തെങ്കിലും ഫോൾട്ടുകൾ ഉണ്ടെങ്കിൽ വിഷ്വലി നമുക്കത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇത് കാണാൻ വേണ്ടി VFLൽ യൂസ് ചെയ്തിരിക്കുന്നത് റെഡ് കളർ ലേസർ ആണ്. VFLന്റെ റേഞ്ച് എന്ന് പറയുന്നത് നമുക്കൊരു 5 കിലോമീറ്റർ വരെയാണുള്ളത്. 5 കിലോമീറ്റർ വരെ റേഞ്ച് കിട്ടും. പിന്നെ നമ്മൾ നെറ്റ്വർക്കിങ്ങിൽ ഏതെങ്കിലും ബ്രേക്ക് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ബാഡ് സ്പ്ലൈസ് ഉണ്ടെങ്കിൽ നമുക്കത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. കണക്ടർ ട്രബിൾ ഷൂട്ട് ചെയ്യാൻ പറ്റും. കേബിൾ ഒരു കണ്ടിന്യൂറ്റി ടെസ്റ്റർ ആയിട്ട് VFL യൂസ് ചെയ്യാൻ പറ്റും. സിംഗിൾ മോഡിലും മൾട്ടി മോഡിലും VFL നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇതിന്റെ കളർ എന്ന് പറയുന്നത് റെഡ് കളർ ലേസർ ആണ്. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് കാണിച്ചു തരാം. ഇതാണ് VFL. VFL നമ്മൾ പറഞ്ഞാൽ റെഡ് കളർ ലേസർ ആണ്. ഈ ലേസർ ഒരു കാരണവശാലും ഡയറക്റ്റ് കണ്ണിലേക്ക് അടിക്കാൻ പാടില്ല. നമ്മളിവിടെ 2 പാസ്കോഡ് വെച്ചിട്ടുണ്ട്. ഈ പാസ്കോഡ് നമുക്ക് VFL ഉപയോഗിച്ച് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്ക് ഇനി പാസ്കോഡ് ടെസ്റ്റ് ചെയ്യാം. ആദ്യം ഈ പാസ്കോഡ് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ ലേസർ ഒരു കണക്ടറിലേക്ക് ലേസർ അടിക്കാൻ പോവുകയാണ്. ഇപ്പൊ നമുക്ക് കാണാൻ പറ്റും ഇവിടെ ലൈറ്റ് സ്പ്രെഡ് ആകുന്നത് കാണാൻ പറ്റും. ഇവിടെ ലൈറ്റ് സ്പ്രെഡ് ആകുക എന്ന് പറഞ്ഞാൽ ഇവിടെ ഫൈബർ ബ്രേക്ക് ആണ്. ഫൈബർ ബ്രേക്ക് ആയതുകൊണ്ട് തന്നെ ഇതിന്റെ ഓപ്പോസിറ്റ് എൻഡിൽ ലൈറ്റ് വരുന്നില്ല. ഇത് ബ്രേക്ക് ഒന്നുമില്ല, കണ്ടിന്യൂസ് ആയിട്ട് ലൈറ്റ് വരുമായിരുന്നെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് എൻഡിൽ നമുക്ക് ലൈറ്റ് കാണാമായിരുന്നു. ഇതിപ്പോ ഫൈബർ ബ്രേക്ക് ആയതുകൊണ്ട് ഇവിടെ ലൈറ്റ് സ്പ്രെഡ് ആയി നിൽക്കുന്നത്. ഇനി അടുത്തൊരു കേബിൾ ഉണ്ട്. അടുത്ത കേബിൾ ഞാൻ ടെസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം. ഞാൻ അടുത്ത പാസ്കോഡിലേക്ക് ലേസർ കൊടുക്കുകയാണ്. കണ്ടോ, നമുക്ക് കാണാൻ പറ്റും റെഡ് കളർ ഇവിടെ വന്നിരിക്കുന്നത് കാണാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഇതിന്റെ മീനിങ് ഈ പാസ്കോഡ് ഓക്കെ ആണെന്നുള്ളതാണ്. ഇതുപോലെയാണ് നമ്മളൊരു VFL ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം VFLൽ ലേസർ ആണ് വരുന്നത്. ഇത് ഒരു കാരണവശാലും കണ്ണിലേക്ക് അടിക്കാൻ പാടില്ല. അടുത്ത എക്യുപ്മെന്റ് ഇൻസ്പെക്ഷൻ മൈക്രോസ്കോപ്പ് ആണ്. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് കണക്ടറിന്റെ എൻഫേസ് ഇൻസ്പെക്ട് ചെയ്യാൻ വേണ്ടിയാണ്. നമ്മൾ ഇതിൽ ഇമേജിൽ കാണുന്നത് പോലെ തന്നെ കണക്ടർ ഒരു പോർട്ടിൽ കണക്ട് ചെയ്യും. നമ്മൾ നേക്കഡ് ഐ വെച്ചായിരിക്കണം നമ്മൾ വ്യൂ ചെയ്യുന്നത്. പിന്നെ നമ്മൾ എൻഫേസിൽ ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രമേ മൈക്രോസ്കോപ്പിൽ കണക്ട് ചെയ്യാൻ പാടുള്ളൂ. ഇനി മൈക്രോസ്കോപ്പ് വെച്ച് എങ്ങനെയാണ് ഇത് കണക്ട് ചെയ്യുന്നുള്ള കാര്യം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇതാണ് ഇൻസ്പെക്ഷൻ മൈക്രോസ്കോപ്പ്. ഇതിന്റെ ഈ സൈഡിലാണ് നമ്മൾ കണക്ടർ ലോഡ് ചെയ്യുന്നത്. ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഈ ഭാഗത്തൂടെ ആയിരിക്കും നമ്മളത് കാണാൻ പറ്റുന്നത്. ഞാൻ കണക്ടർ ഇതിലേക്ക് ലോഡ് ചെയ്ത് കാണിച്ചു തരാം. ഇവിടെയാണ് നമ്മൾ കണക്ടർ ലോഡ് ചെയ്യുന്നത്. കണക്ടർ ലോഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ കണക്ടർ ക്ലീൻ ചെയ്തിരിക്കണം. നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ സ്കോപ്പിലേക്ക് ലോഡ് ചെയ്യുന്നു. ലോഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള വ്യൂ ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും. നമ്മൾ സ്കോപ്പിൽ കൂടി കണക്ടർ എൻഫേസ് ഇൻസ്പെക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വ്യൂ ആണ് ഈ കാണുന്നതല്ല. ഇതിൽ മൂന്നാമത്തെ നാലാമത്തെയാണ് ക്ലിയർ ആയിട്ടുള്ള വ്യൂ. അത് നാലാമത്തെ ഇതിനകത്ത് സെൻട്രൽ ലൈറ്റ് വരുന്ന കാണാൻ പറ്റും. അത് കോൽ കൂടി ലൈറ്റ് വരുന്നതാണ് നമ്മൾ കാണുന്നത്.
മൂന്നും നാലുമാണ് ക്ലിയർ ആയിട്ടുള്ള വ്യൂ. ഇനി ഒരു ഫൈബർ നെറ്റ്വർക്ക് കാണാം. ഇതൊരു സിമ്പിൾ FTTH നെറ്റ്വർക്ക് ഡയഗ്രമാണ്. FTTH എന്ന് പറഞ്ഞാൽ ഫൈബർ ടു ദി ഹോം എന്നാണ്. ഇതിൽ വരുന്ന കമ്പോണൻസ് ഞാൻ പരിചയപ്പെടുത്തി തരാം. ആദ്യത്തേത് കേബിൾ. നെറ്റ്വർക്കിന്റെ ബാക്ക് ബോൺ ആയി വരുന്നത് ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ആണ്. പിന്നെ വരുന്നത് കണക്ടേഴ്സ്. സ്ക്രീനിൽ കാണുന്നത് പോലെ ഇവിടെയൊക്കെയാണ് കണക്ടേഴ്സ് വരുന്നത്. പിന്നെ സ്പ്ലൈസ് പോയിന്റ്സ്. സ്ക്രീനിൽ ഇൻഡു മാർക്ക് കാണിച്ചിട്ടുണ്ട്, അവിടെയൊക്കെയാണ് സ്പ്ലൈസ് പോയിന്റ്സ് വരുന്നത്. അടുത്തത് OLT ആണ്. OLT ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് സെൻട്രൽ ഓഫീസിലാണ്. OLT എന്ന് പറഞ്ഞാൽ ഒപ്റ്റിക്കൽ ലൈൻ ടെർമിനൽ എന്നാണ് പറയുന്നത്. OLT നിന്നായിരിക്കും ഫൈബർ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ കസ്റ്റമർ എൻഡിൽ വരുന്ന ഡിവൈസ് ആണ്, അത് ONT അല്ലെങ്കിൽ ONU എന്ന് പറയും. ONT എന്ന് പറഞ്ഞാൽ ഒപ്റ്റിക്കൽ നെറ്റ്വർക്ക് ടെർമിനൽ, ONU എന്ന് പറഞ്ഞാൽ ഒപ്റ്റിക്കൽ നെറ്റ്വർക്ക് യൂണിറ്റ്. രണ്ടും സെയിം ആണ്. കസ്റ്റമർ എൻഡ് എന്ന് പറയുന്നത് നമ്മുടെ വീട് ആകാം, അത് ആരാണ് എൻഡ് വരുന്നത് അതാണ് കസ്റ്റമർ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ആയിരിക്കും ഫൈബർ അവസാനിക്കുന്ന പോയിന്റ്. പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കമ്പോണന്റ് ആണ് സ്പ്ലിറ്റേഴ്സ്. ഒരു ഇൻപുട്ടും മൾട്ടിപ്പിൾ ഔട്ട്പുട്ടും ഉള്ള പ്രോഡക്റ്റിനാണ് സ്പ്ലിറ്റേഴ്സ് എന്ന് പറയുന്നത്. മൾട്ടിപ്പിൾ കസ്റ്റമേഴ്സിനെ കണക്ട് ചെയ്യാൻ വേണ്ടി സ്പ്ലിറ്റർ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. കസ്റ്റമർ എൻഡിലിരിക്കുന്ന ONT-യിൽ നിന്നുമാണ് ഡിവൈസിലേക്ക് കണക്ട് ചെയ്യുന്നത്. ഡിവൈസ് എന്ന് പറയുന്നത് TV ആകാം, ടെലിഫോൺ ആകാം, കമ്പ്യൂട്ടർ ആകാം. ഇതൊരു ONT ആണ്, വൈഫൈ ഉള്ള ONT ആണിത്. ONT-യുടെ ഇൻപുട്ട് പോർട്ടാണ് ഇത് കാണുന്നത്. അതിന് തൊട്ടടുത്തുള്ള പോർട്ടാണ് ഇത്, പവറിന്റെ പോർട്ടാണ്. അതിനുശേഷം ഓൺ ഓഫ് സ്വിച്ച് ആണ് കാണുന്നത്. അതിനുശേഷം കാണുന്നത് ഇത് ടെലിഫോൺ ആണ്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന RJ11 കണക്ടറാണ് യൂസ് ചെയ്യുന്നത്, അതാണ് ടെലിഫോൺ. അടുത്തത് നെറ്റ്വർക്ക് പോർട്ടാണ്. കമ്പ്യൂട്ടറിൽ നമ്മൾ കണക്ട് ചെയ്യേണ്ട RJ45 ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. RJ45 കണക്ടർ ഉപയോഗിച്ചായിരിക്കും ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അടുത്ത പോർട്ട് കാണിച്ചിരിക്കുന്നത് RF പോർട്ടാണ്. RF പോർട്ട് എന്ന് പറഞ്ഞാൽ കേബിൾ ടിവിയുടെ പോർട്ടാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇത് ആന്റീനയാണ്, വൈഫൈ ആന്റീനയാണ്. ONT പല കോൺഫിഗറേഷനിലുണ്ട്. അതായത് ഇപ്പം ഞാനാണ് ഒരു കസ്റ്റമർ എങ്കിൽ, ഇപ്പം എനിക്ക് ആവശ്യം ടെലിഫോൺ പോർട്ടും കമ്പ്യൂട്ടർ പോർട്ടും മാത്രമേ ഉള്ളൂവെങ്കിൽ അതിനനുസരിച്ച് ഉള്ള വൈഫൈ, അതിനനുസരിച്ചുള്ള ONT നമുക്ക് വാങ്ങാൻ കിട്ടും. ഇനി അതല്ല, എനിക്ക് വേണ്ടത് RF പോർട്ടും കൂടി വേണം എന്നുണ്ടെങ്കിൽ RF പോർട്ടും കൂടി വേണം, കമ്പ്യൂട്ടർ പോർട്ടും വേണം, ടെലിഫോൺ പോർട്ടും വേണം, ഇത് 3 പോർട്ടും കൂടി വേണമെങ്കിൽ അതിനനുസരിച്ചുള്ള ONT വാങ്ങാൻ കിട്ടും. അതേപോലെ തന്നെ വൈഫൈ ഉള്ള ONT വാങ്ങാൻ കിട്ടും. ഇനി ഇല്ല വൈഫൈ ഇല്ലാത്ത ONT, അങ്ങനെ പല ടൈപ്പ് ONT-കളും അവൈലബിൾ ആണ്. ഇതിന്റെ എല്ലാം വ്യത്യാസം പ്രൈസിലുള്ളതായിരിക്കും. ഫൈബർ ടെക്നീഷ്യൻ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഞങ്ങൾ 3 വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. അതിൽ അവസാനത്തെ വീഡിയോ ആണിത്. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. നിങ്ങൾക്കറിയാവുന്നതുപോലെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ളത് ഒപ്റ്റിക്കൽ ഫൈബർ ഇൻഡസ്ട്രിയിലാണ്. അതുപോലെ തന്നെ ഇന്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി, അതേപോലെ കമ്മ്യൂണിക്കേഷൻ്റെ എല്ലാ മേഖലയിലും ഫൈബറാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഫൈബറിനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞിരിക്കുന്നത് വളരെ നന്നായിരിക്കും. നിങ്ങൾ കണ്ട വീഡിയോസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതായിരിക്കും. എന്നെ ബന്ധപ്പെടുന്ന നമ്പർ നിങ്ങളുടെ കൺസേൺ ടീച്ചേഴ്സിന്റെ കയ്യിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും.